CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ബി ഗോവിന്ദൻ സംസാരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ ലോകത്തിന്റെ മുമ്പിൽ ഓരോ രാജ്യത്തും വർഗസമരത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ സാധിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് ലോകമുള്ളത്. അതിന് ജനകീയ ചൈനയുണ്ട്, ക്യൂബയുണ്ട്. ക്യൂബക്കെതിരായിട്ട് ട്രംപിന്റെ അതിശക്തിയായ കടന്നാക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെതിരായ പ്രമേയം നമ്മൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് നിലനിൽക്കുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷ നിലപാടുകളുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളും ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഭരണകൂട ശക്തികൾക്കെതിരായിട്ടുള്ള അധ്വാനിക്കുന്ന വർഗവുമെല്ലാം വലിയ പോരാട്ടങ്ങളും സമരങ്ങളും നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം, അതാണ് നരേന്ദ്രമോദി. വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ഹിന്ദുത്വ രാജ്യം സൃഷ്ടിക്കാൻ അമിതാധികാര വാഴ്ചയുടെ ഭാഗമായിട്ടുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സമൂഹമാണ്, ഒരു ഭരണ സംവിധാനമാണ് ഇന്ത്യയിൽ ട്രംപ് കൈകാര്യം ചെയ്യുന്നത്. ഇതിനെതിരായ വലിയ പോരാട്ടങ്ങളും സമരങ്ങളും രാജ്യത്ത് ഉയർന്നു വരും. ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയും ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കവും ഫെഡറൽ സംവിധാനവും തകർക്കാൻ കാറ്റകെട്ടി ഇറങ്ങി പുറപ്പെട്ട, യഥാർത്ഥത്തിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 430 സീറ്റ് കിട്ടണം. ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി മനുസ്മൃതിയിൽ ഊന്നിയ ഒരു പുതിയ ഭരണഘടന വേണം എന്നായിരുന്നു അവരുടെ ഉന്നം. അതുവഴി 2025 RSSന്റെ 100ാം വാർഷികം ആചരിക്കുന്ന സന്ദർഭമാവുമ്പോഴേക്ക് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കാം, മതരാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ഉന്നം. ആ ഉന്നം പരാജയപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത്, നമുക്ക് BJPയെ തോൽപ്പിക്കാം. കോൺഗ്രസിന് ഉൾപ്പെടെ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ BJPയെ തോൽപ്പിക്കാം എന്ന മുദ്രാവാക്യം വെച്ച് നമ്മുടെ കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി, കണ്ണൂർ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ചൂണ്ടിക്കാണിച്ച 37% വോട്ട് മാത്രം കിട്ടിയ ഒരു മുന്നണിയും കൂട്ടുകെട്ടുമാണ് BJP. ആ 37%-ന് പുറത്തുള്ള 63% വോട്ട് BJP വിരുദ്ധമായിട്ട് കേന്ദ്രീകരിക്കാനാവണം. ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി കണക്കാക്കി വളരെ ഫലപ്രദമായി BJP വിരുദ്ധ വോട്ടുകളെ ഏകോപിതമാക്കി മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വ്യക്തമാക്കി. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടുകൾ ഇന്ത്യയിൽ ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്ത്യ എന്ന ഒരു സഖ്യം, ഇന്ത്യ എന്ന ഒരു ബ്ലോക്ക് രൂപപ്പെട്ടത്. അതാണ് സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ശില്പിയാണ് സഖാവ് സീതാറാം യെച്ചൂരി. നമ്മളാരും പറഞ്ഞതല്ല. CPIMൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നേയും. ആ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് വെച്ച ആ നിലപാടിൻ്റെ തുടർച്ചയായി വന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ബ്ലോക്കിന് 2% വോട്ടിൻ്റെ മാത്രം കുറവേ ഉള്ളൂ. 38 സീറ്റ് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഈ പശ്ചാത്തലത്തിൽ ചിത്രം മാറി വരുമായിരുന്നു ഇന്ത്യയിൽ. പക്ഷേ കോൺഗ്രസ് ഫലപ്രദമായ നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടമായ BJPയെ തകർക്കുക എന്നുള്ള നിലപാട് വെച്ചുകൊണ്ട് ഫലപ്രദമായി മുന്നോട്ടേക്ക് വന്നില്ല. കൃത്യമായ ഐക്യധാര രൂപപ്പെടുത്താൻ അവർ തയ്യാറായില്ല. അത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതിനുശേഷമുള്ള ഹരിയാന തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിലും അവർ ഉപയോഗിച്ചത് അതുതന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരുതരം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസിന് വ്യക്തമായ BJP വിരുദ്ധ മതരാഷ്ട്ര സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BJPയെ നേരിടാനുള്ള കരുത്തില്ല. BJPക്ക് ബദലാണ് കോൺഗ്രസ് എന്ന് പറയാൻ സാധിക്കാതെ ഈ പശ്ചാത്തലത്തിലാണ്.